പ്രിയ +1 വിദ്യാർത്ഥികളെ, നിങ്ങളുടെ കെമിസ്ട്രി 5th ചാപ്റ്റർ തെർമോഡൈനമിക്സിൻ്റെ അടുത്ത ഭാഗം എന്തെല്ലാം തന്നു എന്നുള്ളത് ഓർമ്മയുണ്ടല്ലോ. ഏകദേശം ഒരു 5 പാർട്ടോളം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഒരു ക്ലാസ്സിലേക്ക് പോകാം. ലെസൺ എന്താണ്, ടോപ്പിക്ക് ലെസൺ പറഞ്ഞല്ലോ, തെർമോഡൈനമിക്സ്. അതിലെ ടോപ്പിക്സ് എന്താണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഏതാണ് എന്നൊക്കെ നിങ്ങൾ കേൾക്കുക. ഓക്കെ. പിന്നെ പഠിക്കേണ്ട ടോപ്പിക്ക് കിട്ടിയല്ലോ, പ്രീ എക്സ്പാൻഷൻ. നമ്മുടെ ആർട്ടിൽ വെറുതെ ഒന്ന് നോക്കി നിന്ന സമയത്ത് കണ്ടൊരു കാഴ്ചയാണ്. എന്താണെന്നറിയാമോ? ഒരു ബലൂൺ ഇങ്ങനെ വീർത്ത് വരുന്നുണ്ട്. പക്ഷെ വീണ്ടും സൂക്ഷിച്ചു നോക്കിയപ്പോൾ പുറത്തുനിന്ന് ആരും അതിനെ വീർപ്പിക്കുന്നില്ല. അത് പുറത്തുനിന്ന് ആരും അതിൻ്റെ ഉള്ളിലേക്ക് പ്രഷർ കൊടുക്കുന്നുമില്ല. പക്ഷെ പിന്നെ എന്താ സംഭവിക്കുക? ബലൂൺ ഇങ്ങനെ വീർത്ത് വരും. അപ്പൊ അതെങ്ങനെ? എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് ഇൻ വാക്വം എന്നൊരു പാർട്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു പ്രഷറും പുറത്തു കൊടുക്കാണ്ട്, അതൊരു വർക്കും ചെയ്യാണ്ട് ഇവിടെ എന്താണ് എക്സ്പാൻഡ് ചെയ്യുന്നത്? ഗ്യാസ് ഇവിടെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. പ്രഷർ അതിനകത്തേക്ക് കൊടുക്കാതെ തന്നെ ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. പുറത്തുനിന്നും ഒരു പ്രഷറും കൊടുക്കാതെയാണ് ഇത്തരത്തിലൊരു ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാകുന്നതെങ്കിൽ നമുക്കതിനെ വിളിക്കാൻ പറ്റുന്ന ഒരു പേരുണ്ട്. ഏതത്? ഫ്രീ എക്സ്പാൻഷൻ. കണ്ടത് എന്തായിരുന്നു? ഏത് പ്രോസസ് ആയിരുന്നു? ഫ്രീ എക്സ്പാൻഷൻ പ്രോസസ് ആണ് കണ്ടിരുന്നത്. അപ്പോൾ എന്താണ് ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ? എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് ഇൻ എ വാക്യൂം. ഇവിടെ ഒരു സൈഡിൽ വാക്യൂം, അതിനകത്തൊന്നും ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഗ്യാസ്. അപ്പോൾ ഈ ഗ്യാസ് എന്ത് ചെയ്യാണ്? ഒന്നും ചെയ്യാതെ തന്നെ അത് എക്സ്പാൻഡ് ചെയ്യുന്ന ഇതിനുള്ളിലേക്ക്, ഈ വാക്യൂമിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് വരുന്ന അവസ്ഥ. അതാണ് ഫ്രീ എക്സ്പാൻഷൻ. ഫ്രീ എക്സ്പാൻഷൻ്റെ പ്രത്യേകത എന്താ? എക്സ്റ്റേണൽ പ്രഷർ 0 ആയിരിക്കും. വർക്ക് ചെയ്യൂല, വർക്ക് 0. ഇവിടെ വർക്ക് 0. അതുപോലെ Q എടുത്താലോ, Q is equal to also 0. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്ന് പറയുന്നത് ഹീറ്റിനെയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ വർക്ക് 0, അതേപോലെ തന്നെ ഹീറ്റും 0. അതാണ് ഇവിടുത്തെ എടുത്തു പറയേണ്ടതായ പ്രത്യേകത. നാലാമത്തെ എന്താ പ്രത്യേകത? ഡെൽറ്റ U ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നോക്കിക്കേ, ഈ എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് ഇൻ വാക്വം എടുക്കുമ്പോഴേക്കുള്ള സവിശേഷത എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. എക്സ്റ്റേണൽ പ്രഷർ 0, വർക്ക് 0, അതുപോലെ തന്നെ Q ഹീറ്റ് അത് 0 ആണ്. ദെൻ അഗെയിൻ ഫോർത്ത് വൺ ഡെൽറ്റ U ദാറ്റ് ഈസ് ഈക്വൽ ടു ആൾസോ 0. ഓക്കെ. ഈ ചാപ്റ്ററിലെ മെയിൻ താരം ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? എൻതാൽപ്പി. അതാണ്. അപ്പോൾ എൻതാൽപ്പി എന്നാൽ എന്ത്? അതാണ് അടുത്തത് നമുക്ക് നോക്കേണ്ടത്. ഒരു സിസ്റ്റത്തിൽ ടോട്ടൽ ഹീറ്റ് കണ്ടന്റ്, അതായത് ഒരു സിസ്റ്റം അതിൻ്റെ ഉള്ളിലത്തെ എനർജിയും അതിലേക്ക് പുറത്തു നിന്നും വരുന്ന എനർജിയും അങ്ങനെ ഉണ്ടാകുന്ന ടോട്ടൽ കണ്ടന്റ്, ഹീറ്റ് കണ്ടന്റിനെയാണ് സ്നേഹപൂർവ്വം നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻതാൽപ്പി. It is the total heat content of a system. It is the sum of the internal energy and pressure, volume energy of a system. ഉള്ളത്തെ എനർജിയും പുറത്തുള്ള എനർജിയും എല്ലാം കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന ആ നെറ്റ് എഫക്റ്റ്, അതിനെയാണ് നാം എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. എൻതാൽപ്പി എന്നത് അയണൈസേഷൻ്റെ ഭാഗം എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാൻ പറ്റും. റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എനർജി അങ്ങോട്ട് കൊടുക്കുകയോ അതല്ല എങ്കിലോ പുറത്തു നിന്നുള്ള എനർജിയെ നീക്കം ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ ഒരു റിയാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന കാര്യം എന്താണ്? ഇവിടുത്തെ എൻതാൽപ്പി എന്ന് പറയുന്നത് നമുക്ക് പറയാം ഇറ്റ് ഇസ് ദി സം ടോട്ടൽ, അല്ലേ? മൊത്തത്തിൽ ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണ്. ആ മൊത്തത്തിൽ ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറയുമ്പോഴേക്കും അത് ഏത് തരത്തിലാണ് എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇറ്റ് ഈസ് ദി സം ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് എ സിസ്റ്റം എന്ന് നമുക്ക് പറയാം. എൻതാൽപ്പിയുടെ ഈക്വേഷൻ നമുക്ക് എഴുതണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനുള്ള ഈ ഇക്വേഷൻ എന്തെന്നാൽ ഡെൽറ്റ H
ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വൈ. ദാറ്റ് ഈസ് പറഞ്ഞാൽ അതിലൊരു ചെറിയ മിസ്റ്റേക്കുണ്ട്. അതായത് എൻതാൽപ്പിയുടെ ഈക്വേഷൻ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്, വോളിയം. ഓക്കെ, പ്രഷറും വോളിയവും കൂടി ചേർന്നുള്ള പി ഡെൽറ്റ വി. ഓക്കെ, ആദ്യം പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, അതാണ് ഞാൻ കറക്റ്റ് ചെയ്തത്. പി ഡെൽറ്റ വി. നേരത്തെ നമ്മൾ പഠിച്ചത് ഡെൽറ്റ യു ആയിരുന്നു, ഇപ്പോൾ പഠിച്ചത് എന്താണ്? ഡെൽറ്റ എച്ച് ആണ്, എൻതാൽപ്പി എന്നുള്ളത്. അപ്പോൾ ഡെൽറ്റ എച്ചിന്റെ ഈക്വേഷൻ ആണ് എന്താണ്? ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്നതിലേക്കും കൂടി വരണം. ഡെൽറ്റ എൻ ആർ ടി. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ആദ്യം തന്ന ആ ഒരു ഈക്വേഷൻ ഇല്ലേ, അത് ഏതാണെന്ന് നമ്മൾ കണ്ടല്ലോ. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്നുള്ള ഈക്വേഷൻ. അത് വെച്ചുകൊണ്ട് കാൽക്കുലേഷൻസ് എല്ലാം തന്നെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരു ഈക്വേഷൻ അവിടെ ഇപ്പോഴും കണ്ടെത്തിയിരിക്കുന്നത്. ആ ഈക്വേഷനിലേക്ക് ഒരു ചെറിയ ചേഞ്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു ഈക്വേഷൻ ആയിരിക്കാം പണ്ട് കെമിസ്ട്രിയിലെ പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി എന്നൊരു ഈക്വേഷൻ. അങ്ങനെയെങ്കിൽ പി വിക്ക് പകരം പി ഡെൽറ്റ വി എന്ന് കൊടുക്കുകയാണെങ്കിൽ, അതായത് പി വി ഈക്വൽ ടു എൻ ആർ ടി എന്ന് കൊടുക്കാം. പി ഡെൽറ്റ വി ഈക്വൽ ടു ഡെൽറ്റ എൻ ആർ ടി. അതായത് അവഗാഡ്രോ നിയമം, വോളിയം ചേഞ്ച് വരുമ്പോഴേക്കും അതിനനുസരിച്ച് എന്തിൽ ചേഞ്ച് വരും എന്നുള്ളതാണ്. അതും ആ വോളിയം എന്തിനേയും അഫക്റ്റ് ചെയ്യും, എൻ ആറിനെയും അഫക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അവഗാഡ്രോ നിയമം പറയുന്നത്. ഇതിൽ ചേഞ്ച് വരുമ്പോൾ നമ്പർ ഓഫ് റൂൾസിനും ചേഞ്ച് വരും എന്നുള്ളതാണ്. പി ഡെൽറ്റ വി എന്നത് എങ്ങനെയും കൊടുക്കാവുന്നതാണ്, എൻ ആർ ടി എന്നത് രീതിയിലും കൊടുക്കാവുന്ന നമ്പർ ഓഫ് റൂൾസ്. പി വി സീക്വൽ ടു എൻ ആർ ടി ആണെങ്കിൽ പി ഡെൽറ്റ വി സീക്വൽ ടു എന്ന് കൊടുക്കാം. ഈ പറയുന്ന തരത്തിൽ ഡെൽറ്റ എൻ ആർ ടി എന്ന തരത്തിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇക്വേഷന് പകരം എങ്ങനെയും എഴുതാം, ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്നതും രീതിയിലേക്കും കൊണ്ടുവരാം. എഴുതുന്നത് അതായത് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്ന പേരിലും എഴുതാവുന്നതാണ്. യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനിലെ പ്രഷറും വോളിയവുമാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ തലത്തിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഇത് കൊടുക്കാവുന്നതാണ്. ക്വസ്റ്റ്യനിലെ കെമിക്കൽ റിയാക്ഷൻ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻ സൈഡിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. റിയാക്ഷൻ തന്നിട്ട് എൻതാൽപ്പി കണ്ടുപിടിക്കാനാണെങ്കിൽ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. റിയാക്ഷനിൽ നിന്നും നമുക്ക് ഡെൽറ്റ എൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത് ഇവിടുത്തെ ആളാരാന്ന് ചോദിച്ചാലോ, യൂണിവേഴ്സൽ ഗ്യാസ് എന്നുള്ളതാണ്. അപ്പോൾ ആ യൂണിവേഴ്സൽ ഗ്യാസുമായി ബന്ധപ്പെട്ട് അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അതിരിക്കുന്ന ഇക്വേഷനിലെ ടി ടെമ്പറേച്ചറാണ് ആറെന്ന് പറയുന്നത്. അത് എന്താ പറയുക, യൂണിവേഴ്സൽ റിയാക്ഷൻ ഫാക്ടർ എന്ന രീതിയിൽ നിലകൊള്ളുന്നതാണ്. എൻ എന്ന് പറയുന്നത് നമ്പറിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് റെസ്പോൺസിൻ്റെ ആ ഒരു ഭാഗമാണ്. അപ്പോൾ അതിനൊരു വാല്യൂ തന്നിരിക്കും. അതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോഴേക്കും അത് അതിൻ്റെ വില നമ്മളോട് പറഞ്ഞിരിക്കും. 8.31 എന്ന തരത്തിലൊരു വാല്യൂ ആയിരിക്കും ഒരുപക്ഷെ നമുക്കത് തരും. അപ്പോൾ ഈ ഡെൽറ്റ എന്നിന് പകരം ഡെൽറ്റ എന്നിന് താഴെയായിട്ട് ജി എഴുതാറുണ്ട്. ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജി ആയിട്ട് നോട്ട് ചെയ്യാറുണ്ട്. ഡെൽറ്റ എന്നിന് താഴെ ജി എന്നത് ചിലപ്പോൾ നോട്ട് ചെയ്താൽ ആ ജി എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഗ്യാസ് എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ്. ഓക്കെ, വോളിയം ചേഞ്ച് വരാം, എന്നാൽ നമ്പർ ഓഫ് ഫോഴ്സസ് എന്ന രീതിയിൽ അതിനകത്ത് എന്ത് വരില്ല, അതിനകത്ത് ചേഞ്ച് വരില്ല എന്നുള്ളത്. സൈഡിൽ നിന്നുള്ള ഇക്വേഷൻ സംബന്ധിക്കുന്ന ഡെറിവേഷൻ അത് അത്രയൊന്നും പ്രസക്തമല്ല എക്സാമിന്. എന്നാൽ ഡെറിവേഷൻ ചോദിക്കുന്ന ചില ഭാഗങ്ങൾ പുറകെ വരുന്നുണ്ട്. അതെല്ലാം ഇക്വേഷൻ നിങ്ങൾ വേണ്ടതുപോലെ പഠിച്ചു വെക്കുകയും വേണം. എങ്ങനെ മാറുകയാണ് നോക്കിയ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ജി എന്തിനെ സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലായല്ലോ, ഗ്യാസിനെയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഡെൽറ്റ എച്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നതും കൂടി നോക്കാം.
എച്ച് കണ്ടുപിടിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു റിയാക്ഷൻ തരും. ആ റിയാക്ഷനെ ബേസ് ചെയ്താണ് നമ്മൾ അത് ചെയ്യേണ്ടത്. എൻ ജി ആണ് കേട്ടോ. ഡെൽറ്റ എൻ ജി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ തരുന്ന റിയാക്ഷനെ ബേസ് ചെയ്താണ് അത് കണ്ടുപിടിക്കുന്നത്. ഡെൽറ്റ എൻ ജി കണ്ടുപിടിക്കാനായിട്ട് പ്രോഡക്റ്റിന്റെ നമ്പറും മൈനസ് റിയാക്ഷൻ അതിന്റെ നമ്പറും അവ തമ്മിൽ മൈനസ് ചെയ്യാനുള്ളതാണ്. അപ്പൊ എൻ പി പ്രോഡക്റ്റ് മൈനസ് എൻ ആർ റിയാക്ഷൻ. സോ എൻ ഇവിടെ ഡെൽറ്റ എൻ ജി ഈസ് ഈക്വൽ ടു എൻ പി മൈനസ് എൻ ആർ. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് പ്രോഡക്റ്റിന്റെ ആയാലും അതുപോലെ തന്നെ റിയാക്ഷന്റെ ആയാലും അതിനകത്ത് ഉണ്ടായിരിക്കുന്നത് ഗ്യാസ് ആയിരിക്കണം. സോ എൻ പി ജി മൈനസ് എൻ ആർ ജി എന്നതാണ്. ഓക്കെ, സോ ഡെൽറ്റ എൻ ജി ഈക്വൽ ടു എൻ പി ജി മൈനസ് എൻ ആർ ജി. ആ ജി എന്തിനെയാണ്? ഗ്യാസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സാമ്പിൾ തന്നിട്ടുണ്ട്, അതെങ്ങനെ സോഡിയം. അപ്പോൾ അതേപോലെ തന്നെ പിന്നെന്താണ് എൻ അല്ലേ, നൈട്രജൻ. അപ്പൊ ഇവിടെ നമുക്ക് ഈ N2 എന്നുള്ള കേസ് എടുക്കാം. ആ N2 എന്നുള്ള കേസ് എടുത്താൽ അതിന്റെ ബ്രാക്കറ്റിൽ അതെന്തായിരിക്കണം? അത് ഗ്യാസ് ആയിരിക്കണം. അപ്പം N2 ഗ്യാസ് പ്ലസ് പിന്നെ അതിനോട് ഹൈഡ്രജൻ ആറ്റം ചേരും 3H2. ഹൈഡ്രജൻ ആറ്റം ഗ്യാസ് ആണ്. അപ്പം 3H2 ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക? ഗ്യാസ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് കിട്ടുന്നത്? NH2NH3 ആണ് അവിടെ ലഭിക്കുന്നത്. ഓക്കെ, എന്ന ക്വസ്റ്റ്യനിൽ റിയാക്ഷൻസ് അതിൽ ഉണ്ടായിരിക്കുന്ന ഗ്യാസ് അവയെ ആരൊക്കെയാണെന്ന് നോക്കിയിട്ടാണ് നമുക്ക് ആ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. പ്രോഡക്റ്റ് അടങ്ങിയിരിക്കുന്നതും പിന്നെ അതിൽ നിന്ന് മൈനസ് ചെയ്യുന്നത് അതിലെ ആ റിയാക്ഷൻസ് അവ തമ്മിൽ മൈനസ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഇപ്പോഴും ഈ തന്നിരിക്കുന്ന എക്സാമ്പിളിലും അതിലെ ആ ഒരു റിയാക്ഷൻ എൻ ആർ എന്ന് പറയുന്ന സൈഡ് എത്ര വരുന്നത് നോക്കിയാൽ 4 വരുന്നുണ്ട്. എൻ പി എന്ന് പറയുന്നത് എത്രയാണോ? 2 ആണ്. സോ ഡെൽറ്റ എൻ ജി അത് കണ്ടുപിടിക്കുമ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് വരുന്നത് 2 മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു -4 എന്നതാണ് ചോദ്യം. അതായത് C2CO3 ബ്രാക്കറ്റിൽ എന്തുണ്ട്? ജി ഉണ്ട്. ദാറ്റ് ഗീവ്സ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ അവിടുത്തെ എൻആറിന്റെ വാല്യൂ എത്രയായിരിക്കും അറിയാമോ? 0 ആയിരിക്കും. അത് ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ടാവും, നിങ്ങളത് നോക്കിയാൽ മതി. അപ്പോൾ ഈ ചാപ്റ്ററിൽ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോർമുല ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ വി ഡെൽറ്റ എച്ച് ക്യൂ പി. അപ്പോൾ എങ്ങനെ പറയും? ഡെൽറ്റ യു ക്യൂ വി ഡെൽറ്റ എച്ച് ഓക്കെ ക്യൂ പി. ഇതാണ് ഇവിടെ കിട്ടുന്ന രണ്ട് പ്രധാനപ്പെട്ട ഐഡിയാസ്. ഇത് മറക്കാതിരിക്കുക. ഓപ്ഷൻ്റെ പ്രഷറിന് തുല്യമായ ഹീറ്റ് ഡെൽറ്റ എച്ചിന് തുല്യമാണ്. അതായത് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ക്യൂ പി എന്ന് പറയാം. അതിനേക്കാൾ മുമ്പ് നമ്മൾ പറഞ്ഞത് അതായത് കോൺസ്റ്റന്റ് വോളിയം. അപ്പോൾ അത് ഡെൽറ്റ യുക്ക് തുല്യമാണ് എന്നതാണ്. കോൺസ്റ്റന്റ് വോളിയത്തിനുണ്ടാവുന്ന ഹീറ്റ് ഡെൽറ്റ യുക്ക് തുല്യമാണ് എന്നതാണ്. പാർട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഐസോബാറിക് പ്രോസസ്സ് എടുത്താൽ അവിടുത്തെ പ്രഷർ അത് കോൺസ്റ്റന്റ് ആണ്. ഇത്രയും ഭാഗം കൊണ്ട് ഈ ഒരു പാർട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ തുടർന്നുള്ള അടുത്ത ഭാഗം ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് പുറകെ പഠിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ക്ലാസ് വാച്ച് ചെയ്ത് നിങ്ങൾ പ്രത്യേകം നന്നായി പഠിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കൂ. ഓക്കെ, താങ്ക് യു അഗെയിൻ. പിന്നെ കെമിസ്ട്രി ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.